ക്ലാസ്സിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ടേ. നമുക്ക് വരാനിരിക്കുന്ന കേരള PSCക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യങ്ങളൊന്നും പഠിച്ചു വെച്ചില്ലെങ്കിൽ അവർ നമ്മളെ ഞെട്ടിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടിലുമുള്ള കെമിസ്ട്രി എന്താണെന്നൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ. എടാ, നമ്മുടെ കേരള PSC എക്സാംസിനെ അവർ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് സിഗരറ്റ് പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമായ രാസവസ്തു ഏത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓപ്ഷൻസ് പോലും കാണാതെ വരുന്ന ഉത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് നിക്കോട്ടിൻ ആയിരിക്കും അല്ലേ? എടാ, പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാ എന്ന് ചോദിച്ചാൽ പഠിക്കാം നിക്കോട്ടിൻ. അതായത് ഇഞ്ചിയിൽ ജിഞ്ചറിൻ നിങ്ങൾ പഠിക്കില്ലേ, കുരുമുളകിലെ പെപ്പറിൻ നിങ്ങൾ പഠിക്കില്ലേ, ഈ മുളകിലെ കപ്സൈസിൻ എന്നൊരു ഐറ്റം പഠിക്കില്ലേ. അങ്ങനെ ചെടികൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന നൈട്രജൻ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ആൽക്കലോയിഡുകൾ. അതുപോലെ പുകയിലയിലുള്ള ആൽക്കലോയിഡ് ഏതാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് നിക്കോട്ടിനാണ്. തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിക്കോട്ടിൻ നമുക്ക് ഓപ്ഷനിൽ ഇല്ലാത്ത പക്ഷം സിഗരറ്റ് പുകയിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസറിന് കാരണമായ രാസവസ്തു ഏതാണെന്നറിയോ? അതിൻ്റെ ഉത്തരം നമ്മൾ പലരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്, ബെൻസീൻ ആണെന്ന് പഠിച്ചേക്കണം. അതൊരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് കേട്ടോ, ഓർഗാനിക സംയുക്തമാണ്. ബെൻസീൻ പഠിക്കുന്ന കൂട്ടത്തിൽ കേരള PSC എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചു വയ്ക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, അതായത് ബെൻസീൻ വാതകം കണ്ടുപിടിച്ചത് ആരടാ? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേ. ഓർത്തു വെച്ചേക്കണേ. ഇനി ബെൻസീനിന്റെ ഘടന കണ്ടുപിടിച്ചത് ആരാ എന്ന് ചോദിക്കാം, സ്ട്രക്ചർ കണ്ടുപിടിച്ചത് ആരാ എന്ന് ചോദിക്കാം. അത് വേറെ ആരുമല്ല, അഗസ്റ്റസ് കെക്കുലെ ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. എന്താണ് അഗസ്റ്റസ് കെക്കുലെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബെൻസീനുമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം നമ്മുടെ കേരള PSC എക്സാംസിന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് പോവാം. എടാ, ഇവിടെ കുറച്ച് പോയിന്റ്സ് കൺഫ്യൂസിങ് ആയിട്ട് കേരള PSC നമുക്ക് ചോദിക്കാറുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. അതായത് മദ്യദുരന്തങ്ങൾക്ക് കാരണമായിട്ടുള്ള ആൽക്കഹോൾ ഏതാ എന്ന് ഒരുപാട് തവണ കേരള PSC ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, അതിൻ്റെ പേരാണ് മീഥൈൽ ആൽക്കഹോൾ. അല്ലെങ്കിൽ നമുക്ക് അവനെ ചുരുക്കി വളരെ സ്നേഹത്തോടെ മെഥനോൾ എന്ന് വിളിക്കാം. ഓക്കെ, അത് ഹൈലി പോയിസണസ് ആണ്. കുടിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ദുരന്തമാണ് കേട്ടോ. ദുരന്തം എന്ന് ഓർത്ത് വെച്ചാൽ മതി. കുടിച്ചാൽ എന്ത് പറ്റും, ആൾ തീരും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, മദ്യദുരന്തങ്ങൾക്ക് കാരണം ഏത് ആൽക്കഹോളാണ്? മീഥൈൽ ആൽക്കഹോൾ. വുഡ് സ്പിരിറ്റ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ മെഥനോൾ എന്ന് ഓർക്കുക. എന്നാൽ ധാന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്, പഴങ്ങളിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് ഗ്രെയിൻ സ്പിരിറ്റ്, ഗ്രേപ്പ് സ്പിരിറ്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആൽക്കഹോളിക് പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ആൽക്കഹോൾ ഏതാ എന്ന് ചോദിക്കാം. അതിൻ്റെ ഉത്തരമാണ് ഈഥൈൽ ആൽക്കഹോൾ അഥവാ എഥനോൾ. അപ്പം മാറിപ്പോവരുതേ, ദുരന്തം ഏതാ? മെഥനോൾ, വുഡ് സ്പിരിറ്റ്. എന്നാൽ ഗ്രേപ്പ് സ്പിരിറ്റ്, ഗ്രെയിൻ സ്പിരിറ്റ് പേരുകളിലൊക്കെ അറിയപ്പെടുന്നതോ എഥനോൾ, ഈഥൈൽ ആൽക്കഹോൾ. അതാണ് നമ്മുടെ ആൽക്കഹോളിക് ബെവറേജസിലൊക്കെ യൂസ് ചെയ്യുന്നത്. എടാ, നമുക്ക് ഒരു പോയിന്റും കൂടി ഉണ്ട്. അതായത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എഥനോളും മെഥനോളും ചേർത്തുണ്ടാക്കുന്ന മിശ്രിതം എന്ത് പേരിൽ അറിയപ്പെടുന്നു? അതിന് വിളിക്കുന്ന പേരാണ് മെഥിലേറ്റഡ് സ്പിരിറ്റ്. ഈ എഥനോളിലേക്ക് മെഥനോൾ കൂടാതെ മറ്റേത് വിഷവസ്തു വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പേരിട്ട് വിളിക്കാം. അപ്പം നമ്മുടെ വുഡ് സ്പിരിറ്റ്, ഗ്രേപ്പ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻ സ്പിരിറ്റ്, മെഥിലേറ്റഡ് സ്പിരിറ്റ് അഥവാ ഡീനേച്ചേർഡ് സ്പിരിറ്റ്, ഈ സ്പിരിറ്റുകളെല്ലാം കൂടി മാറിപ്പോകാതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വെറുതെ വേസ്റ്റ് ആക്കി കളയണോ? എൻ്റെ സാറേ, ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കിൽസ്. ഓ, എന്നാൽ പിന്നെ അത് അവിടെ ഇരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ?